ഹരി ഓം. കൽക്കി രൂപങ്ങളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ 18 എന്ന സംഖ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് 2025 സെപ്റ്റംബർ 18. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സെപ്റ്റംബർ 18 എന്ന് പറയുന്നത് സനാതന ദിവസമാണ്. 18 പുരാണങ്ങളാണ് ഉള്ളത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് 18 പടികൾ. നാലാമത്തെ എന്ന് പറയുന്നത് 18 മഹാഭാരത പർവ്വങ്ങളെന്ന് പറയുന്ന അധ്യായങ്ങൾ തന്നെയാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് 18 ഭഗവത്ഗീത അധ്യായങ്ങൾ. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുമുണ്ട്, 700 ശ്ലോകങ്ങളുമുണ്ട്. ആറാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 18 ദിവസമാണ് മഹാഭാരത യുദ്ധം നടന്നത്. ഏഴാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 18 കൈകളാണ് ദേവി ദുർഗയ്ക്കുള്ളത്. 18 അടവുകളാണുള്ളത്. 18 ശാസ്ത്രങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. 10 എന്ന് പറയുന്നത് 18 അക്ഷൗഹിണികൾ. അക്ഷൗഹിണി എന്ന് പറയുന്നത് കാലാൾപ്പട, കുതിരപ്പട എന്നൊക്കെയാണ്. അങ്ങനെ പലതരം സൈന്യങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കും. ഇവയാണ് അക്ഷൗഹിണികൾ എന്ന് പറയുന്നത്. ഇത് 18 ഉള്ളത്. 11 എന്ന് പറയുന്നത് 18 പ്രപഞ്ച തത്വങ്ങളാണ്. 12 എന്ന് പറയുന്നത് ഉപനിഷത്തുകൾ മൊത്തത്തിൽ 1179 ഈ സംഖ്യകൾ തമ്മിൽ പരസ്പരം കൂട്ടിയാൽ 18 എന്ന് കിട്ടും. 13 എന്ന് പറയുന്നത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ മുംബൈയിൽ വന്നതിൻ്റെ 18ാമത്തെ വർഷമാണ് എനിക്ക് ആത്മദർശനം കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആത്മദർശനം കിട്ടിയിട്ട് 18 വർഷമായി. ഇതാണ് അടുത്ത പ്രത്യേകത. 14ാമത്തെ പ്രത്യേകത, എനിക്ക് ആത്മദർശനം കിട്ടിയിട്ട് ഇപ്പോൾ 18 വർഷം പൂർത്തിയായി. 15ാമത്തെ പ്രത്യേകത, 2021 സെപ്റ്റംബർ 18 ഞാൻ ഫേസ്ബുക്കിൽ കൂടി ദേവാസുര യുദ്ധം പ്രഖ്യാപിച്ചത്. 16ാമത്തെ പ്രത്യേകത, ഞാൻ ഫേസ്ബുക്കിൽ കൂടി ദേവാസുര യുദ്ധം പ്രഖ്യാപിച്ചതിൻ്റെ കൃത്യം 18ാമത്തെ ദിവസമാണ് ഹമാസുകാർ ഇസ്രായേലിൽ കയറി ബോംബിടുകയും അവിടുത്തെ 1200 പേരെ കൊല്ലുകയും അവിടുന്ന് 250 പേരോളം ആളുകളെ ബന്ദിയായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. പിന്നെ 17ാമത്തേത്, ജരാസന്ധന് 18 തവണ മധുരയെ ആക്രമിക്കുകയുണ്ടായി. ജരാസന്ധൻ എന്ന് പറയുന്നത് കംസൻ്റെ അമ്മായിയച്ഛനാണ്. കംസനെ കൊന്ന ശ്രീകൃഷ്ണൻ ആയതിനാൽ ശ്രീകൃഷ്ണനുള്ള പക പോക്കാനാണ് അദ്ദേഹം മധുരയെ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി 18ാമത്തെ പ്രത്യേകത ഇതാണ്, നമ്മൾ പ്രായപൂർത്തിയാകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആളുകൾ പ്രായപൂർത്തിയാകുന്നത് 18 വയസ്സിലാണ്. ഇനിയും അടുത്ത 19ാമത്തെ 18ൻ്റെ പ്രത്യേകത ഞാൻ പറയാൻ പോവുകയാണ്. അത് ഒരു പുതിയ കാര്യമാണ്. ഇന്ന് സെപ്റ്റംബർ 18 ഞാൻ ഇനിയും വിശ്വമഹായുദ്ധം, അതായത് 3ാം ലോകമഹായുദ്ധം ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്.